സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടന്ന പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ തകർന്നു വീണു. ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതിൽ നിർമ്മാണം നേരത്തെ നടത്തേണ്ടതായിരുന്നുവെന്നും 16 ലക്ഷം രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്നും കോർപ്പറേഷൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. ഫണ്ടിന് അപര്യാപ്തത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? നഗരസഭ അങ്ങനെ പറയുന്നില്ല. സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് പണിക്ക് വേണ്ടി 5 ലക്ഷം ഇതേപോലെയുള്ള വലിയ സ്കൂളുകൾക്ക് എസ്റ്റിമേറ്റ് അനുസരിച്ച് വരുന്നതനുസരിച്ച് അനുവദിക്കുമെന്നുള്ളതാണ്. 12 കോടി രൂപയാണ് ഇപ്പം സ്കൂൾ മെയിൻ്റനൻസിന് വേണ്ടി കേരളത്തിൽ ഒരു നഗരസഭയെ അനുവദിച്ചിട്ടില്ല. ആഷിഖ് റഹ്മാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആഷിഖ്, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവുമില്ല, പണമൊക്കെ അനുവദിച്ചിരുന്നു, പക്ഷേ അത് കൃത്യമായി നടന്നില്ല എന്ന കാര്യമാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. രതീഷ, ഇന്ന് രാവിലെ 7:30 ഈ പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ പിൻവശത്തുള്ള മതിൽ ഇടിഞ്ഞു വീണത്. ചെറിയ രീതിയിലാണ് ഇടിവെങ്കിൽ പോലും ഈ മഴക്കാലത്തുണ്ടാകുന്ന ഈ അപകടങ്ങളുടെ ഒരു തുടർച്ചയെന്ന് പറയേണ്ടി വരും. മറ്റു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മതിലിൻ്റെ ആ ഒരു ഭാഗം ഇടിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ ആ മതിൽ പൂർണ്ണമായും, ആ ചുറ്റുമതിൽ പൂർണ്ണമായും അപകടാവസ്ഥയിലാണ്. അത് ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന സ്കൂളാണ്. ശേഷം അതിൻ്റെ ഉൾവശത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഈ മതിലുള്ളത്. ആ മതിലിൻ്റെ ഒരു ഭാഗത്തും ആ തകർന്നു വീണ ഭാഗം മാത്രമല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെല്ലാം ഇതേ അപകടാവസ്ഥ നിലവിലുണ്ട്. അതിനോട് ചേർന്നൊരു മരവുമുണ്ട്. ആ മരം യഥാർത്ഥത്തിൽ ഈ മതിലിനോട് ചാരിയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ആ മതിൽ ഒരു മരം വീണ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മതിലടക്കം തകരുകയും സ്കൂളിനടക്കം തകർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കും. ഏറ്റവും പ്രധാനം എൽ പി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന ബിൽഡിംഗാണ് ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്നത്. ഒരുപക്ഷെ കുട്ടികൾ അവിടേക്ക് കളിക്കാനോ മറ്റാവശ്യത്തിന് വരുന്ന സമയത്താണ് ഇത്തരം അപകടം ഉണ്ടാകുന്നെങ്കിൽ കുട്ടികൾക്കടക്കം ആ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഏറ്റവും പ്രധാനം ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ്സുമായി പരിശോധിച്ച സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരേപോലെ PTAയും കോർപ്പറേഷനും പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായ സമയത്ത് നേരത്തെ തന്നെ ഈ പുതിയൊരു മതിൽ നിർമ്മിക്കാൻ, ആ മതിൽ പുനർനിർമ്മിക്കാൻ 16 ലക്ഷം രൂപ കോർപ്പറേഷൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം എടുത്തത് സ്കൂൾ തുറന്ന ശേഷം മാത്രമാണ്. അതും കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന മതിലായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് അത് കോൺക്രീറ്റ് കൊണ്ട് മതിൽ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മതിൽ നിർമ്മാണം വൈകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ചുറ്റുമതിൽ നോക്കുന്ന സമയത്ത് തന്നെ മഴയത്ത് കൃത്യമായി ഈ മഴ പെയ്ത് കഴിയുമ്പോൾ അത് മണ്ണിളകി വീഴാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണണമല്ലോ. പക്ഷേ അത് കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്ന മതിൽ സമീപത്തായുള്ള ഭാഗങ്ങളെല്ലാം അതിൻ്റെ ചുറ്റുമതിലെല്ലാം ഒരേപോലെ അപകടാവസ്ഥയിലുള്ളതാണ്. അതിനാൽ തന്നെ അതിവേഗം ഈ പണി പൂർത്തിയാക്കണമെന്നുള്ളതാണ് ആ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. 16 ലക്ഷം അനുവദിച്ചെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുമ്പോൾ തന്നെ നിർമ്മാണം വൈകി എന്നുള്ളത്, അല്ലെങ്കിൽ നേരത്തെ നിർമ്മാണം ചെയ്യാമായിരുന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിർമ്മാണത്തിന് ഫണ്ടിന് അപര്യാപ്തത ഉണ്ടെന്ന കാര്യം PTA പ്രസിഡന്റ് നമ്മളോട് നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ കോർപ്പറേഷൻ അതിന് ഫണ്ടിന് കുറവില്ല, പക്ഷേ ഇത്തരത്തിൽ നിർമ്മാണം തുടങ്ങാൻ വൈകി എന്നുള്ള കാര്യം കോർപ്പറേഷൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്കൂളാണ്. അത് അതിവേഗം തന്നെ അതിനെ മതിൽ പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ നാട്ടുകാർക്കും സ്കൂൾ കുട്ടികൾക്കും ഒരുപോലെ അപകടാവസ്ഥയിൽ സാഹചര്യം ഉണ്ടാകും. രുചിഷ.